ഇന്നത്തെ വീഡിയോയിലേ വെറും 2,25,000 രൂപയ്ക്ക് ഇന്നോവ തന്നാലോ? അതും ഒരു റീപ്ലേസും ഇല്ലാത്ത വണ്ടി അല്ലേ? 2006 വി. പക്ഷെ നമ്മളെ സഫാരി കാർസിന്റെ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കാൻ പറ്റിയ കണ്ടീഷനിലല്ല വണ്ടി ഉള്ളത്. ചെറിയ വർക്കുകളുണ്ട്. അതായത് വർക്ക് പറയുമ്പോൾ ഓവർ തട്ടി തൂഫാനായ വണ്ടിയല്ല കേട്ടോ. അതായത് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വണ്ടി ഇതാ കിടക്കണേ. അതായത് ഈ വണ്ടികളൊന്ന് ഫുള്ളായിട്ട് പരിചയപ്പെടുത്താം. അതായത് 2,25,000 എന്ന് പറയുമ്പോൾ ബാക്കൊക്കെ ടൈപ്പ് 4 ആണ് അല്ലേ? പിന്നെ സ്കേർട്ടിങ് കാര്യങ്ങൾ സ്പോയിലറൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാ കണ്ടീഷനും നിങ്ങളെ പരിചയപ്പെടുത്താം. പിന്നെ കുറച്ച് പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് ഓടിച്ച് ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളോട് പാസ് ചെയ്യാണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ലൈന് കിടക്കണമൊക്കെ ബ്രസ് ഉണ്ട്, ഹുണ്ടായി ക്രെറ്റ ഉണ്ട്, ടൈപ്പിലുള്ള വണ്ടികളാണ്. ഇതൊക്കെ പുതിയ മോഡലാട്ടോ. ഇത് എത്ര കിലോമീറ്റർ ഓടി? 2023 വണ്ടി 25,000 ആൾക്കാരും പോന്നോട്ടെ. അതേപോലെ ഇനി സഫാരി കാർസിൽ വന്നാൽ നിങ്ങൾക്ക് ഇവി ഉണ്ട് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പെട്ടെന്ന് 2021 മോഡൽ 65,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ ഉണ്ട്. കമ്പനി വാറണ്ടി തീർന്നിട്ടുണ്ട്. ബാറ്ററിയുടെ വാറണ്ടി ഇനിയുണ്ട്. 8 വർഷം ഉണ്ട് ബാറ്ററിയുടെ വാറണ്ടി. വേറെ റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. 10,70,000 രൂപയ്ക്ക് കൊടുക്കാം. പുതിയ എത്ര ഉണ്ട്? പുതിയ 19 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് വന്ന വണ്ടിയാണ്. അപ്പൊ ഏകദേശം ഒരു 8-9 ലക്ഷം രൂപ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ആൾക്കാരെ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വരാം. അതേപോലെ ഇന്നോവ സ്റ്റോക്ക് ഉണ്ട്, ഫോർച്യൂണർ പഴയ മോഡൽ സ്റ്റോക്ക് ഉണ്ട്, ഇന്നോവ ക്രിസ്റ്റകൾ സ്റ്റോക്ക് ഉണ്ട്. ഇനി പുതിയ മോഡൽ 2 ഫോർച്യൂണർ കാണിക്കാം അല്ലേ? 2018 2023 വന്ന 25,000 കിലോമീറ്റർ വണ്ടിയുണ്ട്. അപ്പൊ വെറും 25,000 കിലോമീറ്ററോടെ ലോ കിലോമീറ്റർ ഫോർച്യൂണർ ഉണ്ട്. ഇതുണ്ടോ? ഇത് കാണാൻ തന്നെ ഒരു വികാരം അല്ലേ? കിഡിലെ ലുക്കാണ്. ഇത് 2018 23 നിർത്തി ഏതാ വണ്ടി എന്നൊന്നും അറിയില്ലല്ലേ? രണ്ടും കാണാ അതല്ല വൃത്തിന്റെ കാര്യത്തില്. അതായത് 18 ആണെങ്കിലും 23 ആണെങ്കിലും വൃത്തി തന്നെ. 25,000 1 ലക്ഷം ഒരേ വൃത്തി. എഞ്ചിനെ പറ്റി നമ്മൾ പറയണ്ടല്ലോ. കിലോമീറ്റർ കറക്റ്റ് സർവീസ് പോവാണെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഓടിയാലും യാതൊരുവിധ പ്രശ്നമില്ലാത്ത മോഡലാണ്. ഇത് ഏകദേശം നമുക്ക് 2018 29,70,000 കൊടുക്കാം. അതേപോലെ അത് 43,70,000 രൂപ കൊടുക്കാം. അത് എത്ര ഓൺ റോഡ് പ്രൈസ് വന്നതിന് വണ്ടിയാ? 50-49 സംതിങ് വന്ന വണ്ടിയാണ്. ആകെ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ടൊയോട്ടക്ക് അത്യാവശ്യം മാർക്കറ്റ് റീസെയിൽ വാല്യൂ ഉണ്ടായതുകൊണ്ടാണ് വരുള്ളൂ. അതാണ് അതിന്റെ പ്രൈസ്. അപ്പൊ നിങ്ങൾക്ക് പുതിയ മോഡൽ ഫോർച്യൂണറിൽ തന്നെ വളരെ വ്യത്യാസത്തോടുകൂടി 2 വണ്ടിയുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ 2 ഡീറ്റെയിൽസ് പരിചയപ്പെടുത്തിയാണ്. ഇൻഫർമേഷൻ പാസ് ചെയ്യാന്ന് പറഞ്ഞാലേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് നമ്മളൊരു അനുഭവത്തിൽ ഇപ്പോൾ ഞാൻ സക്കിമോൻ ഇവരൊക്കെ കൂട്ടിയിട്ട് ഒരു എറണാകുളം യാത്ര പോയിരുന്നു. അപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. ഇപ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാവും അല്ലേ? വെള്ളക്കുപ്പികളുണ്ടാവും, അതേമാതിരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പല സ്ഥലത്തും നമ്മൾ കുട്ടികളെടുത്തിട്ട് എന്ത് ചെയ്യും? ഇതിവിടെ കെട്ടുക്കും. ഇതുണ്ടോ? ഇവിടെ കെട്ടുക്കും. ഇവിടെ കടക്കുമ്പോൾ ഈ സാധനം നമ്മൾ ബ്രേക്കിൻ്റെ ചോട്ടിൽ വന്ന് കടക്കും അല്ലേ? താഴെ വന്ന് കടക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് നമ്മളിത് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ഓടിക്കും. നേരെ ഇതിന്റെ താഴെ കൂടുന്ന സാധ്യത കൂടുതലാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടൂല, പല പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ ചെറിയ വാട്ടർ ബോട്ടിലാണെങ്കിൽ വല്ലാതെ ഡേഞ്ചർ അല്ല, വലിയ കുപ്പിയാണെങ്കിൽ ഡേഞ്ചറാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, കുറെ ആൾക്കാർ ചെരുപ്പ് ഊരിയാണ്ട് ഡ്രൈവ് ചെയ്യും അല്ലേ? വണ്ടിനെ ബഹുമാനിച്ചിട്ട് അങ്ങനെ ചവിട്ടുണ്ടെന്നൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഓടിച്ചോളി. പക്ഷെ ഈ സാധനം എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും വെച്ചോളൂ. കാരണം നമ്മൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇത് പല സ്ഥലത്തേക്കും പോയി അതിന്റെ ചോട്ടിലെത്തിക്കും അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ ബ്രേക്ക് ഓട്ടുമ്പോഴും ചിലപ്പോൾ അതിന് കുടുങ്ങാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പിന്നെ വണ്ടികൾ കണ്ടില്ലേ ഈ പൊട്ടിത്തെറിക്കൽ, കത്തൽ അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. ഈ ജാതി ചൂടത്ത് അതായത് വണ്ടിയിൽ വെച്ചാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ചൂടത്ത് നിങ്ങൾ ഒഴിവാക്കണം നല്ലതാണ്. കാരണം പവർ ബാങ്ക്, ലൈറ്റർ അത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ നമ്മൾ പെട്രോൾ ഡീസലൊക്കെ വാങ്ങി വണ്ടിയിൽ ഹോൾഡ് ചെയ്യുന്നത് ഒക്കെ ഡേഞ്ചറാണ്. അത് തീർച്ചയായിട്ടും അത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഓർമ്മപ്പെടുത്തിയതാണ്. അതേപോലെ പെർഫ്യൂമൊക്കെ ഈ ചൂടത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ ചാൻസ് ആണ്, പക്ഷെ ചെറിയ ചാൻസ് കൊടുക്കാതിരിക്കുക. അത് സേഫായിട്ട് വെക്കുക. വെയിലത്ത് നല്ല ചൂടത്ത് ഹീറ്റുള്ള സ്ഥലത്ത് നിർത്തുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോർച്യൂണറിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു അല്ലേ? നമ്മൾ ഇന്നോവ ഒന്ന് കാണിച്ചു കൊടുത്താലോ? നമ്മൾ ഓഫർ ഇന്നോവ അത് റീപ്ലേസ് ഇല്ല എന്ന് പറയുമ്പോൾ റീപ്ലേസ് ഇല്ല അല്ലേ? ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല, ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും മാറിയിട്ടില്ല. അത് 2006 റീവണ്ടിക്ക്. അതായത് ഇത്രയും പഴക്കല്ല വണ്ടിയാണ്. ഇതിപ്പോ പണി എന്ന് പറഞ്ഞത് ഇതാണ് ഈ ബമ്പറൊക്കെ മാറ്റുന്നത്. ശരിക്കും ടൈപ്പ് 4 ആക്കേണ്ടവർക്ക് പറ്റിയ വണ്ടിയാണ് അല്ലേ? നമുക്ക് നേരെ പെയിന്റ് അടിച്ച് റെഡി ആക്കേണ്ട ആൾക്കാർക്ക് അങ്ങനെയും ചെറിയൊരു ഇത് ക്ലിയർ ആക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം. ഉള്ളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റീരിയോയും കാര്യങ്ങളും സീറ്റ് കവറും ഒക്കെ ഉണ്ട്. ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. വി ആണ്. പിന്നെ എഞ്ചിനും
മെക്കാനിക്കും ഇത് നോക്കണ്ട. ഇന്നോവയാണ് 2005 6 ഇനി 2015 കണ്ടീഷൻ ഒരേപോലെ തന്നെ കാരണം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾ കാണിച്ചതാണ്. നമുക്ക് ഇതിന് പിന്നാലെ കൂടാൻ നേരമല്ല അല്ലേ? തീർച്ചയായിട്ടും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 2,25,000 രൂപക്ക് ചെറിയൊരു അൾട്ടോ കാറിന്റെ പ്രൈസിൽ നിങ്ങൾക്ക് ഇന്നോവ എടുക്കാം. ഇന്നോവ ഫുൾ ഓപ്ഷൻ റീപ്ലേസ് ഇല്ലാത്തതുണ്ട്, പക്ഷേ പാച്ച് വർക്കും പെയിന്റിംഗ് ഒക്കെ ചെയ്യാണ്ട് എഞ്ചിനും കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ് അല്ലേ? ഇത് നമ്മളെ ഈ സഫാരി കാർസിന്റെ ഗ്യാരണ്ടിയിലും വാറണ്ടിയിലും തരില്ല. ഇതിന് കൊടുക്കുന്ന ഒരു വാറണ്ടിയും ഗ്യാരണ്ടി ഉണ്ട്, അത് ഞങ്ങൾ എഗ്രിമെന്റിൽ എഴുതി തരും. അതിനും മേജർ ആക്സിഡന്റ് ഫ്ലഡ് അതിനൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരും, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അല്ലേ? അപ്പം അങ്ങനെ ഒരു ഇന്നോവയും ഉണ്ട്, അത് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. പിന്നെ ഒരു വണ്ടി മാടെ കാണിച്ചു തരാം. ഇതാണ് കിയ കാർണിവൽ, അതായത് ബ്ലാക്ക് കളർ തന്നെ അല്ലേ? മുഖ്യമന്ത്രിന്റെ ഇഷ്ടവാഹനം അല്ലേ? മുഖ്യമന്ത്രിന്റെ വണ്ടിയും ബ്ലാക്ക് തന്നെ അല്ലേ? അപ്പോൾ അടിപൊളി. അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ഒരു കാർണിവൽ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി. ഇല്ലെങ്കിൽ ഈ കാർണിവൽ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളി. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പെട്ടെന്ന് പറയാം. 2020 മോഡല് കിയ കാർണിവൽ ഫുൾ ഓപ്ഷൻ ലിമോസിൻ പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. പിന്നെ 31,70,000 രൂപ. പുതിയ വണ്ടിക്ക് എത്ര ഉണ്ട്? പുതിയ വണ്ടിക്ക് അന്ന് ഇറങ്ങുമ്പോൾ 45 സംതിങ് 50 റുപ്യന്റെ ഉള്ളിലുള്ളൂ. പക്ഷെ എപ്പോ ഇറങ്ങുന്നതിന് ഡബിൾ റേറ്റ് ആണ് ഇതിന്റെ. നേരെ ഡബിൾ റേറ്റ് 85 ലക്ഷം രൂപ വിലയുണ്ട്. പക്ഷെ ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എങ്കിലും ഈ വണ്ടി തന്നെ ഈ പ്രൈസിൽ കിട്ടുകയാണ്. എത്ര വില? 31,70,000 രൂപ. അതായത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്ക് സീറ്റിലൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് കടന്ന് യാത്ര ചെയ്യാൻ പറ്റും അല്ലേ? നല്ല കംഫർട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നല്ല വൃത്തിയുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി തന്നെ. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? പിന്നെ ഇതേതാ മുതൽ ഇത് പറഞ്ഞോ? ഇത് ML 250. അതായത് GLE ഒക്കെ അന്വേഷിക്കുന്നവർക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതേ മോഡലിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ML 250. 2014 മോഡല് അതർ സ്റ്റേറ്റ് വണ്ടി ഇങ്ങോട്ട് മാറിയതാണ്. ഇത് നമുക്കൊരു 19,70,000 രൂപ കൊടുക്കാം. 19,75, അതായത് 2014 മോഡൽ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. ചെറിയൊരു വീഡിയോ ഞങ്ങൾ രണ്ടാളും ഓടിച്ചെടുത്തതാണ്, പെട്ടെന്ന് എടുത്താണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും അപ്ഡേഷനൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. കൂടുതൽ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.